തിരുവനന്തപുരത്തായിരുന്നല്ലോ ധാരാളം വർഷം. അതെ, 3 വർഷമായിട്ട് 3 തവണയായിട്ട് അവിടുത്തെ MP ആണ് ശ്രീ ശശി തരൂർ. കണ്ടിട്ടുണ്ടാവും, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയാണ് മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ നിൽക്കുന്നത്. അദ്ദേഹം BJPയിലേക്ക് വരുന്നു, മോദിജിയെ കാണുന്നു, മോദിജിയോട് സംസാരിക്കുന്നു, മോദിജിയുടെ മെസ്സഞ്ചറായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു, കോൺഗ്രസിൽ നിന്ന് അധിക നാൾ ഉണ്ടാവില്ല എന്നൊക്കെ. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, തിരുവനന്തപുരത്ത് തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു? ഇതൊരു കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു പുതിയ ഫോർമുലയിലേക്ക് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു സംഗതി, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു 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 സ്കൾപ്റ്റിങ് നമ്മളിതിനകത്ത് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ട് കേരളത്തിൽ BJP വികസനം എന്ന ഒരു ഒറ്റ സിംഗിൾ പോയിൻ്റ് അജണ്ടയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി. വികസിത കേരളം. അപ്പോൾ ടാലൻസിനെ ക്രിയേറ്റ് ചെയ്യുക, ആ ടാലൻസിന് ഇവിടെ തന്നെ ഉപയോഗിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിന് കേന്ദ്രത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഡബിൾ എൻജിൻ പറയുക. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക, പ്രതീക്ഷ സൃഷ്ടിക്കുക. പ്രതീക്ഷ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല നൽകുകയും ചെയ്യുക അല്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ശശി തരൂരിനെ പ്രതിഷ്ഠിക്കുന്നു. എങ്ങനെയുണ്ട് സംഗതി? ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിലെ കോൺഗ്രസ് ആണ്. ഇപ്പൊ കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിനെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കുന്നില്ല. അത് കോൺഗ്രസിന്റെ പാപ്പരത്വം. അതുകൊണ്ടാണോ എങ്ങാനും BJPയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹം വരുമെന്ന് വിചാരിച്ചിട്ടാണോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ താങ്കൾ പറഞ്ഞതിന് ഞാൻ ചോദിച്ചതാണ് കേട്ടോ. അതുകൊണ്ടൊന്നുമല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ ദൗർബല്യമാണ്. കാരണം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പം നിലനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്ത് ഒരു മോദി വിദ്വേഷം കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അതെ, അതാണ് അവർ ചെയ്യുന്ന സാധനം. അത് അവർക്ക് കോൺഗ്രസിനെ കുറിച്ച് അറിയില്ല. ഉദാഹരണത്തിന് ഇപ്പം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂരും ഖാർഗെയും മത്സരിച്ചു. ആ സമയത്ത് ശശി തരൂരാണ് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അവസ്ഥ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവുമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ മോദി വേഴ്സസ് ശശി തരൂർ എന്നുള്ള ഹെഡ്ലൈനെങ്കിലും ഗ്രാബ് ചെയ്യുമായിരുന്നു, ഇല്ലേ? അപ്പം മാത്രമല്ല, ശശി തരൂരിൻ്റെ ഇന്ത്യയുടെ അദ്ദേഹത്തിന് ഹിസ്റ്ററി അറിയാം, കൾച്ചർ എന്താണെന്നറിയാം. ഇപ്പോൾ കൾച്ചർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, നിലനിൽക്കുന്ന കൾച്ചറിനെ എങ്ങനെ റീറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ ഒരു വലിയ വിഷൻ ഇവിടേക്കാണ് ഒരു വ്യക്തിയുടെ വിഷൻ ആവശ്യം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ വിഷനുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനൊരു MP സ്ഥാനത്ത് നിൽക്കാം എന്നുള്ളതല്ലാതെ യാതൊരു കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അല്ല, അദ്ദേഹം സഹമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. അതെ, ഇവരുടെ കോൺഗ്രസ് സർക്കാരുള്ള സമയത്ത് സഹമന്ത്രിയായിരുന്നു. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് മോദിജി പുറം രാജ്യങ്ങളിലേക്ക് ഓരോ ഗ്രൂപ്പിനെ അയക്കുമ്പോൾ കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ ഇത്രയും വലിയൊരു MP-യുടെ ഇത്രയും വലിയ പദവിയിലിരുന്നൊരു മാന്യദേഹത്തിന്റെ പേര് കൊടുത്തിരുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ ഒരു എന്താണ്, കോൺഗ്രസ് പാർട്ടി ഫോക്കസ്ഡ് അല്ല. അല്ലെങ്കിൽ അവർക്ക് പേടിയാണെന്ന് പറയാമോ? ശശി തരൂർ കൂടുതൽ വലിയൊരു നിലയിലേക്ക് വരുമെന്നോ, അദ്ദേഹത്തിന് ഖാർഗെക്കാട്ടിലും കൂടുതൽ ജനങ്ങളുടെ മുന്നിൽ സമ്മതി കിട്ടുമെന്നോ, അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയെക്കാട്ടിലോ പ്രിയങ്ക ഗാന്ധിയെക്കാട്ടിലോ കൂടുതൽ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമെന്നോ? കാരണം ഭാഷ വഴങ്ങും, മലയാളം വഴങ്ങും, ഹിന്ദി വഴങ്ങും, ഇംഗ്ലീഷ് വഴങ്ങും. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ളൊരു പേടിയായിരിക്കുമോ? തീർച്ചയായിട്ടും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആന്തരികമായിട്ട് വലിയൊരു വികാസമില്ലാത്ത വ്യക്തിക്ക് അത് വികസിച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പം ഭീതി ഉണ്ടാവും. മനസ്സിലായി ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മനസ്സിലായില്ലേ? ഞാൻ പറയുന്നില്ല, എനിക്ക് മനസ്സിലായി ആരെക്കുറിച്ച്. ഈ ഭീതിയാണ് ശശി തരൂരിൻ്റെ അടുത്ത് പല കോൺഗ്രസ് നേതാക്കളും നേരിടുന്ന സംഗതി. ഇപ്പം ശശി തരൂർ വളരെ അദ്ദേഹത്തിന് ഈ സമയത്ത് ഈ പറഞ്ഞതുപോലെ കൈനോട്ടക്കാരൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഒരുപോലെയാണ്, അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് സംസാരിക്കാൻ പോലും അദ്ദേഹം ഒരേ റെസ്പെക്റ്റോടെ സംസാരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം, 5 വയസ്സുള്ളപ്പം ഈ നിയമസഭയുടെ മറ്റേ പുസ്തക എക്സിബിഷൻ വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു കുട്ടി, അവൻ കോമിക്സ് വായിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയും തരൂരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാണുക, രണ്ടുപേരും ഒരേ ലെവലിലാണ് സംസാരിക്കുന്നത്. ആ കുട്ടിക്ക് ഒരിക്കലും ഒരു അപരിചിത്വം തോന്നില്ല. അത് ശശി തരൂരിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. മറിച്ച് ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഇടപെടുന്നവർക്ക് ഉണ്ടാവുന്നില്ല. അതാണ് ഈ കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ്സുകാർക്കില്ല. നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിനകത്തുള്ള ഈ പരദൂഷണത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതല്ലാതെ കോൺഗ്രസ് പൊളിറ്റിക്സ് എന്താ? ഇപ്പൊ KC വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേശകൻ. ഒന്ന് ആലോചിച്ച് നോക്കുക.
അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസരം നമുക്കറിയാം, അതുപോലെ പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി. അതോടെ ഈ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറയരുത് കേട്ടോ. ഇന്ദിരാജിയുടെ അതേ മൂക്ക്, അതേ ഭാവം, അതേ തലമുടി. ഇനി ഇത് കൂടുതൽ എന്താണ് ഒരു നേതാവിന് വേണ്ടത്? അത് എനിക്കിത് ഞാൻ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും ബാഹ്യമായ കാഴ്ച അല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇപ്പൊ ശശി തരൂർ സുന്ദരനായതുകൊണ്ട് മാത്രമല്ലോ. ശശി തരൂർ അങ്ങനെയും പറയുന്നുണ്ട്, അദ്ദേഹം സുന്ദര പുരുഷനായതുകൊണ്ടും കോലൻ മുടിയായതുകൊണ്ടും തലമുടി ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടും തിരുവനന്തപുരത്തെ സ്ത്രീകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പുറകെയാണെന്നും അങ്ങനെയാണ് അദ്ദേഹം ജയിക്കുന്നതെന്നും ദോഷക ദൃഷ്ടികൾ പറയുന്നില്ല. അദ്ദേഹം സുന്ദരനാണ് ഒക്കെ ശരിയാണ്. പക്ഷെ ഇദ്ദേഹത്തെക്കാൾ വലിയ സുന്ദരന്മാര് നമ്മുടെ നാട്ടിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ ഉണ്ട്. പക്ഷെ ശശി തരൂർ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വാതുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ബാഹ്യ സൗന്ദര്യത്തിലേക്കല്ല അദ്ദേഹം കൊണ്ടുപോകുന്നത്, അദ്ദേഹം കാലിബറിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് ഏത് വിഷയമായിക്കോട്ടെ, അവിടെയാണ് ശശി തരൂരിന്റെ വ്യത്യാസം വരുന്ന സംഗതി. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കേണ്ട ആവശ്യമില്ല. അത് മടി കാണിക്കുന്ന എപ്പോഴാണ്, ഞാൻ അയാളുടെ മുമ്പിൽ ചെറുതായി പോകുന്നു എന്നുള്ള മനസ്സിലായില്ലേ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയെയും ശശി തരൂരിനെയും ഇരുത്തി ഒരു ഫോറിൻ ഡെലിഗേഷനോട് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും വ്യക്തമായിട്ടും കൃത്യമായിട്ടും ടു ദ പോയിന്റ് സംസാരിക്കാൻ പറ്റുന്നത് ആർക്കായിരിക്കും? ശശി തരൂരിന് മാത്രമല്ല. ഇന്നിപ്പം ഐ എം നോട്ട് ജോക്കിംഗ്. ഉദാഹരണത്തിന് ഇപ്പം BJP എടുത്ത് നോക്കിയാൽ, ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ കക്ഷി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ഫോറിൻ ഡെലിഗേഷൻ്റെ ഒരു നയിക്കാനായിട്ട് ഒരാളിനെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നമ്പർ 1 ശശി തരൂർ തന്നെയാണ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ മോദി, അദ്ദേഹം കരിസ്മയുണ്ട്, നല്ല സ്പീക്കറാണ് അദ്ദേഹം, അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വിഷയം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു മോദിയേക്കാൾ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക ശശി തരൂരിനായിരിക്കും. അതിൻ്റെ സ്ട്രക്ചർഡ് ഐ ബെഗ് ടു ഡിഫർ. കാരണം ഇദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ കുറച്ച് പ്രാവീണ്യമുണ്ട്, ശശി തരൂരിനല്ലാണ്ട് വിഷയങ്ങൾ പഠിച്ച് അനലൈസ് ചെയ്ത് അവതരിപ്പിക്കാൻ മോഡിജിക്കും. ഞാൻ പറഞ്ഞത് ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ മോഡി വളരെ മുകളിലാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് ഒരു വിഷയത്തെ സ്ട്രക്ചർഡ് ആയിട്ട് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു കോഹിറൻസ് ഓഫ് തോട്ട് എന്നൊരു സാധനമുണ്ട്, തോട്ട് പ്രോസസ്സ്. ഇപ്പോൾ മോദിയുടെ പ്രധാനമന്ത്രി മോദിയുടെ അവതരണം അതൊരു പൊളിറ്റിക്കൽ ലെവലിലാണ്. ഇത് പൊളിറ്റിക്കൽ ലെവലല്ലാണ് ഈ പറഞ്ഞത്. ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോഴത്തേക്ക് ആ വിഷയത്തെ എങ്ങനെ അനലൈസ് ചെയ്തിട്ട് എങ്ങനെ അവതരിപ്പിക്കണം, അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് വേണ്ടി മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മളത് ഇന്ത്യ ഹോൾ ഹാർട്ടഡ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തോ? അത് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. അതെ, കാരണം അതില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലോബിങ് ഉണ്ടായില്ല, ഇന്ത്യയുടെ ലോബിങ് ഉണ്ടായില്ല. മറിച്ച് ശശി തരൂരിന്റെ ലോബിങ് മാത്രമായിട്ട് അവശേഷിച്ചു. അതെ, അവിടെയാണ് അവിടെ പറ്റിയ അപകടം. അത് പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് മൊത്തത്തിൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ അത് തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു ആവറേജ് ലെവലിൽ ഒരു കുറേ വർഷങ്ങൾ ഭരണത്തിരുന്നതിൻ്റെ പ്രശ്നമായിരിക്കും അത്. അപ്പോൾ ആ ഒരു ലോബിങ് ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ശശി തരൂർ സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കുകയാണ്, ഇന്ത്യ സ്പോൺസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈം മിനിസ്റ്റർ മോദി അതിനുവേണ്ടി ലോബി ചെയ്യും, നമ്മൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ആ ഒരു അവസ്ഥ ഒന്നും ഉണ്ടായില്ല. ഇദ്ദേഹത്തിന്റെ ഭാവി എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ പ്രവചിക്കുന്നു? ശ്രീ ശശി തരൂരിന്റെ ഭാവി താങ്കൾ എങ്ങനെ കാണുന്നു? ശശി തരൂരിന്റെ ഭാവി ഒന്നിൽ ഞാൻ കാണുന്നത് രണ്ട് രീതിയിലാണ് കാണുന്നത്. സെക്രട്ടറി ജനറലായിട്ടൊരു പദവിയിലേക്കൊരു മത്സരം വരികയാണെങ്കിൽ UN-ലെ അത് ശശി തരൂരിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അത് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയും ലോബി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സാധ്യതയുണ്ടാവും. ഇന്നത്തെ ഈ ട്രംപിന്റെ സാന്നിധ്യത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ അവസ്ഥ മാറിയത് ആ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ വേറൊരു സാധ്യത കാണുന്നത് ഈ പറഞ്ഞതുപോലെ അതൊരു ഗാംബ്ലിംഗ് ആണ്. ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഈ കാണുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന സംഗതി, ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ലേഖനം അദ്ദേഹത്തിന് വന്നു. അതിനകത്ത് പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മകൻ വ്യക്തിപരമായ താല്പര്യമാണ് എമർജൻസിയിലേക്ക് കൊണ്ടുവന്നത്. കോൺഗ്രസ്സിൽ ഇദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ എതിർത്തത് വ്യക്തിപരമായ താല്പര്യമാണ്. മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ള ഔദ്യോഗിക രാഹുൽ ഗാന്ധി അധികാരം കയ്യിൽ വയ്ക്കണം, അതുകൊണ്ട് ഖാർഗെ തിരഞ്ഞെടുക്കപ്പെടണം. അപ്പോൾ ഈ വ്യക്തിപരമായ താല്പര്യമാണ് സ്വേച്ഛാധിപത്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതെന്നും അത് അപകടമാണെന്നും അത് തിരിച്ചറിയണമെന്നും പറയുന്നത് അതാണ് പാഠം അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പക്ഷേ അത് എല്ലാവർക്കും കോൺഗ്രസിന് മനസ്സിലായിട്ടുള്ള സംശയമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കാണുന്നത്, ഞാൻ രണ്ടാമത്തെ പൊസിഷൻ കാണുന്നത്, ഈ ശശി തരൂരിലൂടെ BJP ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂരിനെ പ്രൊജക്റ്റ് ചെയ്യുകയും
ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു 20% വോട്ട് ഇപ്പൊ തന്നെ ഉണ്ട്. ഉണ്ട്. അപ്പൊ കുറെ വോട്ട് ആ രീതിയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കൂടുതലാകും. ഒരു പ്രതീക്ഷ ഉണ്ടാക്കുകയും ചെയ്തിട്ട് അധികാരം പിടിക്കാനുള്ള ഒരു ശ്രമം എന്തായാലും നടത്തുന്നു എന്ന് വേണം നമ്മളിപ്പോഴത്തെ ഈ വർത്തമാനകാല അവസ്ഥ കാണുമ്പോൾ. കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ശ്രീ ശശി തരൂർ വരുമെന്നാണോ അദ്ദേഹം? അല്ല, അവിടെ ചിലപ്പോൾ ഒരു പുതിയ ഇക്വേഷൻ വരുന്നത് ശശി തരൂർ BJP-യിൽ ചേരണമെന്നില്ല. ഒരു ഔദ്യോഗിക പാർട്ടി അംഗമായിട്ടോ നേതാവായിട്ടോ ഒരു ഇൻഡിപെൻഡന്റ് ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ BJP ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു. ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ഇപ്പൊ NDA CPM ഒക്കെ ഇപ്പം കലാകാരന്മാരെയും മറ്റുള്ളവരെയും കൊണ്ട് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരൊക്കെ ആ പച്ച ഡ്രസ്സിൽ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ടെന്ന് ഞാനാണ് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ കാര്യം രാഷ്ട്രീയമാണ്, പുതിയതെന്തും സംഭവിക്കാം, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ സംഭവിക്കാം. അത്ര ഒരു പരീക്ഷണത്തിലേക്കാണോ സംഗതികൾ നീങ്ങുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. ഈ രണ്ട് സാധ്യതകളിൽ ഒരെണ്ണം എന്തായാലും ശശി തരൂർ വിശ്വപൗരനാണ്, ഭാരതത്തിൻ്റെ അഭിമാനമാണ്. അദ്ദേഹം കേരളത്തിൻ്റെയും കൂടെ ചുമതലയിലേക്ക് വരുമെന്നാണ് താങ്കളുടെ ഒരു അല്ല, ഈ രണ്ട് സാധ്യതയാണ്. ഒന്നുകിൽ അദ്ദേഹം UN സെക്രട്ടറി ജനറലായിട്ട് പോകാനുള്ള സാധ്യതയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു വിശ്വപൗരന്റെ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് BJP പിന്തുണയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അവതരിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം എനിക്ക് തോന്നുന്നില്ല, വരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ശശി തരൂർ എന്തായാലും കേരളത്തിൽ നിന്ന് തന്നെ വിശ്വപൗരനായി കേരളീയർക്ക് അഭിമാനമായിട്ട് തന്നെ തീരട്ടെ എന്ന് നമുക്ക്. പിന്നെ അദ്ദേഹം ആണല്ലോ, അതെ, നമ്മുടെയൊക്കെ അഭിമാനമാണല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.